വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിയാത്ത പോലീസ്. കണിയമ്പറ്റ സ്വദേശി അർഷിദ് 3 സുഹൃത്തുക്കളുമാണ് ഈ വലിയ ക്രൂരത നടത്തിയതെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കർശന നടപടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എന്നിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അർഷിദ് ഉൾപ്പെടെയുള്ള 4 പ്രതികളും കണിയമ്പറ്റ സ്വദേശികളാണെന്ന് പോലീസ് പറയുന്നു. വാർത്ത പുറത്തു വരുന്നതുവരെ വീട്ടിലുണ്ടായിരുന്ന പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് വയനാട് എസ്.പിയുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് അന്വേഷണം. പ്രതികൾ ഉപയോഗിച്ച കാർ കണിയമ്പറ്റയിൽ നിന്നും പോലീസ് കണ്ടെത്തി. 1-ാം പ്രതി അർഷിദിന്റെ ബന്ധു കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റേതാണ് KL 52H 8733 എന്ന വാഹനം. പരിക്കേറ്റ് മാനന്തവാടിയിലെ ആശുപത്രിയിൽ കഴിയുന്ന മാതന്റെ കൈകാലുകൾക്കും നട്ടെല്ലിനും ഗുരുതര പരിക്കുണ്ട്. വലിച്ചോണ്ട് പോയപ്പോൾ ഇവിടുത്തെ തൊലിയെല്ലാം കൂടി പോയി, കാലിൻ്റെ ഉപ്പിറ്റി രണ്ടും ഇല്ല, അതെല്ലാം കൂടി മുറിച്ച് കളഞ്ഞു. പിന്നെ കൈ ഡോറിൽ കൂടി കൈയും പോയി, ഒക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ ഒന്നും ഇട്ടുമില്ല. അടിയന്തര നടപടി സ്വീകരിക്കാൻ വയനാട് MP പ്രിയങ്ക ഗാന്ധി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വയനാട് എസ്.പിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ട് കൂടൽക്കടവിലായിരുന്നു സംഭവം. രാഹുൽ സുരേഷ്, 24 വയനാട്.